ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ ഉച്ച മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഒരു ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അനുഷയൊക്കെ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ പോകുന്നത്. നീനുവിന് ഉച്ചക്കാണ് കേട്ടോ എക്സാം നടക്കുന്നത്. അപ്പോൾ അവളെ സ്കൂളിൽ വിടുകയും വേണം, ഞങ്ങൾക്ക് ലഞ്ച് കഴിച്ചിട്ട് വേണം അവളെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അനുഷയൊക്കെ ബീഫ് ബിരിയാണിയും ഞങ്ങളൊക്കെ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ അവിടുന്ന് അടിപൊളി ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നീനുവിനെ സ്കൂളിലേക്ക് വിട്ടിട്ട് പിന്നെ എൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം. അപ്പോൾ അങ്ങനെ നമ്മൾ നായ്ക്കട്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ. അതാ പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. മൈസൂർ റോഡാണിത്. രണ്ട് സൈഡും ഫോറസ്റ്റൊക്കെ ആയിട്ട് ഇതാണ് കേട്ടോ എൻ്റെ നാട്. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ വീട്ടിലേക്ക് ഫത്തു സർപ്രൈസ് ആക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അവളുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അതാ വാതിൽ തുറന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഉമ്മ അവിടെ ഉണ്ടായിട്ടില്ല. ഉമ്മ കല്ലൂർ പോയതാണ്. ഉമ്മാൻ്റെ വീട് കല്ലൂരാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മ വന്ന് ഞങ്ങൾക്ക് ചായയൊക്കെ തന്ന് അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ച് പോരുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ നീനുവിനെ പിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ നെസ്റ്റോയിലൊന്ന് വന്നതാണ് കേട്ടോ. വൈകുന്നേരം ഒരു കുക്കറൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ ആ കുക്കർ ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ കയറിയ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കുമല്ലോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ നെസ്റ്റോ. എനിക്ക് വെറുതെ കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും മീൻ കുറച്ച് വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ വാങ്ങിയിട്ടില്ലെങ്കിലും ഞാൻ എപ്പോഴായാലും പോയാൽ ഇതൊക്കെ ഒന്ന് നോക്കും കേട്ടോ. നല്ല രസമാണല്ലോ മീൻ ഏതൊക്കെ ഉള്ളത് എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. വാങ്ങിയിട്ടില്ലെങ്കിലും ഒക്കെ ഞാൻ കാണും. പിന്നെ മീനുകളൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ദാ ഇറച്ചികൾ, ചിക്കൻ ആയാലും ബീഫ് ആയാലും മട്ടൻ ആയാലും ഒക്കെ ഉണ്ട് കേട്ടോ. മസാല തെച്ച് വെച്ച ചിക്കൻ വരെ ഉണ്ട്, ബീഫും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇതൊക്കെ ഉപ്പിലിട്ട സാധനങ്ങളാണ്. അതും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇത് നമ്മൾ കുറച്ച് തുറമാങ്ങയൊക്കെ വാങ്ങേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ നൂഷയൊക്കെ പോകാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പം വന്ന സ്ഥിതിക്ക് അതൊക്കെ ഇങ്ങനെ വാങ്ങിയതാണ്. നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കായിരുന്നു കേട്ടോ. ക്രിസ്മസ് അടുത്തതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാ സാധനങ്ങളും പിന്നെ ബില്ലടിച്ച് കിട്ടാനാണ് കേട്ടോ പണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീനുവിനെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുക്കർ നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച കുക്കർ ഇവിടെ ഇല്ല കേട്ടോ. ഹോക്കിങ്സിൻ്റെ കുക്കറാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അതവിടെ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ബൾബൊക്കെ നോക്കിയിരുന്നു കേട്ടോ. നല്ല ഓഫർ ഉണ്ട് കേട്ടോ അന്ന് ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് തന്നെ. അപ്പോൾ നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് ബില്ലാക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച കുക്കർ ജാം ജൂമിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാം ജൂമിൽ വന്നതാണ്. അപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കുക്കറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ കിട്ടുമ്പോൾ അങ്ങനെ അങ്ങ് വാങ്ങലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ജഗ് നോക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചൊരു ടൈപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വാങ്ങിയിട്ടുമില്ല. പിന്നെ അവിടുന്ന് കുക്കർ മാത്രം എടുത്തതിന് ശേഷം വേഗം തന്നെ തിരിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് സാധനങ്ങൾ കൊണ്ടുപോയാൽ എടുത്ത് വെക്കാനും ഒക്കെ കുറച്ച് ടൈം പിടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഡിന്നറാക്കാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൾ വിചാരിച്ച സാധനങ്ങളൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്, മിഠായിയും കാര്യങ്ങളൊക്കെ. ആ ഒരു സന്തോഷം മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിതാ വീട്ടിലേക്ക് എത്തി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നിരുന്നു കേട്ടോ. സനലേട്ടനും മെറിനും ആയിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ മോളുടെ ബർത്ത്ഡേയും പിന്നെ പിറ്റേ ദിവസം ക്രിസ്മസും എല്ലാം കൂടി ആയതുകൊണ്ട് അവർ നമ്മളൊന്ന് ട്രീറ്റ് ചെയ്തതാണ് കേട്ടോ. അടിപൊളി കേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നട്ടി ബബിൾസിൻ്റെ കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അങ്ങനെ അതാ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ കേക്കെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഡിന്നറിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, പെരിഞ്ജീരകപ്പൊടി എന്നൊക്കെ പറയും, അതിട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്കിഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അതൊരു 1.5 ടീസ്പൂണോളം ഒഴിച്ചാൽ മതിയാകും. കാരണം ഇതിൽ നിന്ന് നമ്മൾ ഇനിയും കുറച്ചുകൂടി എണ്ണയൊക്കെ നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത്ര എണ്ണ മതി എന്ന് പറഞ്ഞത്. അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ചെമ്മീൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചിട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളെ ചെമ്മീൻ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കോരി മാറ്റുകയാണ് ഒരു ബൗളിലേക്ക്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ പാനിലേക്ക് തന്നെ നമ്മളൊരു 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഒരു മീഡിയം സൈസ് തക്കാളി, 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ, മീഡിയം സൈസിലുള്ള അത് അതിലേക്ക് ചെറുതായി അരിഞ്ഞത് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നന്നായി അതൊന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ കറിവേപ്പിലൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഫിഷ് ആയതുകൊണ്ട് നമ്മൾ കറിവേപ്പില ഇടുമ്പോൾ ആണല്ലോ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളിയാണ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളി ഒന്ന് നന്നായി, ഉള്ളി ആയാലും തക്കാളി ആയാലും നന്നായി ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. അതുവരെ അതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് വരുന്നത്. ഉള്ളിയും തക്കാളി നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചാൽ ഉള്ളി ആയാലും തക്കാളി ആയാലും ഒക്കെ നന്നായിട്ട് വഴന്ന് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് കാത്തിരിക്കുന്നത്. നമ്മൾ വെറുതെ ഇളക്കിക്കൊണ്ടിരുന്നാലും വേഗം അടി പിടിച്ച് അതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് അടി പിടിച്ചിരിക്കും. പിന്നെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഫിഷിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് മറക്കരുത്. കാരണം ഇതിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടിയും, പിന്നെ നമ്മൾ വലിയ ജീരകം തന്നെ 1/4 ടീസ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വലിയ മസാല ഒന്നും വേണ്ട കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന മസാലകൾ. പിന്നെ എല്ലാ മസാലകളും ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. കാരണം നമ്മളുടെ കറീൻ്റെ ടേസ്റ്റ് മുഴുവനും പച്ചവെള്ളം നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഗ്രേവിയിലേക്ക് നമ്മളെ ഫിഷ് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ചെമ്മീൻ മസാല എന്നാണ് കേട്ടോ ഞാനിതിന് പേരിട്ടിട്ടുള്ളത്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ എവിടെയും കണ്ടിട്ട് വെക്കല്ല, ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ശൈലിയിൽ വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെമ്മീൻ എന്ന് വെച്ചാൽ നമ്മൾ പല രീതിയിലും ചെയ്യുമല്ലോ, പക്ഷേ ഈ രീതിയിലൊന്ന് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, അതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ഗ്രേവി ചപ്പാത്തീൻ്റെ കൂടെയും പത്തിരീൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.